ഫ്രണ്ട്സ്, ഇയാളെ പരിചയമുണ്ടോ? ഇതാണ് കറുത്ത കാർബൺ ആറ്റം. ഇതിന് ആദ്യം 2 കൈകളേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നീട് 4 കൈകളായി 4 ആറ്റമിനെ ബൈൻഡ് ചെയ്യാനുള്ള കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. 2 കൈകളുള്ള കാർബൺ 4 കൈകളുള്ള മീഥെയ്ൻ മോളിക്യൂളായത് എങ്ങനെ? ഇനി കഥ കേൾക്കാം. റെഡിയല്ലേ? നമ്മുടെ കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2, 2s2, 2p2. 6 ഇലക്ട്രോണിന് 2, 4, 5, 6. ഈ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷനുമായിട്ട് നമ്മുടെ കാർബൺ ഒരു ഈസി ചെയർ, സൈക്ലോഹെക്സേൻ ചെയറിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഡും ഡും ഡും. കാർബൺ നോക്കി. എന്താണ്? ഒട്ടും താമസിച്ചില്ല. വാതിൽ തുറന്നുകൊണ്ട് 4 ബോളുകൾ ചാടി അകത്തേക്ക് വീണു. കാർബൺ നോക്കി. 4 ഹൈഡ്രജനാണ്. കാർബൺ ചിന്തിച്ചു, അയ്യോ, ഇനി എന്താ ചെയ്യുക? ഒരു മുന്നറിയിപ്പുമില്ലാതാണല്ലോ ഈ 4 പേർ ഒരുമിച്ച് കയറി വന്നത്. ഇവിടെ ആണെങ്കിൽ 2 എസ് ഇലക്ട്രോൺസ് പെയർഡാണ്. 1s-ൽ 2s-ലും 2s ഇലക്ട്രോൺസ് പെയർഡാണ്. പിന്നെ ആകെ 2p ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോൺസേ ഉള്ളൂ. ഇപ്പോൾ ഈ 4 പേർക്ക് എങ്ങനെയാണ് കൊടുക്കുക ഈ 2 ഇലക്ട്രോണിനെ? ഈ ചിന്തയിൽ കാർബണൊന്ന് പതറിപ്പോയി. പെട്ടെന്ന് കാർബൺ ഓർത്തു, കുഴപ്പമില്ല, ഈ 2s-നോട് പറഞ്ഞാൽ അതിൽ നിന്നൊരു ഇലക്ട്രോണിനെ നമുക്ക് ഈ ഓർബിറ്റിലേക്കാക്കാം. അങ്ങനെ 4 അൺപെയർഡ് ഇലക്ട്രോൺസ് കിട്ടുമല്ലോ. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള കാർബൺ അതിൻ്റെ 2s ഓർബിറ്റിനോട് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രോണിനെ 2pz ഓർബിറ്റിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇവിടെ 1s ഓർബിറ്റലിന് പ്രത്യേകിച്ച് റോളില്ലാത്തതുകൊണ്ട് അതവിടെ ഒതുങ്ങി നിന്നു. 2s-ൽ നിന്ന് ഒരു ഇലക്ട്രോൺ 2pz ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള കാർബൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറി. കാർബണിന് വളരെ സന്തോഷമായി. വന്നിരിക്കുന്ന 4 ഹൈഡ്രജനെയും സന്തോഷത്തോടെ സ്വീകരിക്കാമല്ലോ എന്നോർത്ത് കാർബൺ സന്തോഷിച്ചു. പെട്ടെന്നാണ് കാർബൺ ശ്രദ്ധിച്ചത്, ഇതിൽ ഒരെണ്ണം എസ് ഇലക്ട്രോണാണ്, മറ്റ് 3 പി ഇലക്ട്രോൺസാണ്. അപ്പോൾ കാർബണിന് വീണ്ടും ഒരു ചെറിയ വിഷമമുണ്ടായി. പെട്ടെന്ന് തന്നെ ബുദ്ധിമാനായ കാർബൺ അതിന് ഒരു പരിഹാരം കണ്ടെത്തി. കാർബണിൻ്റെ ഓരോ ഇലക്ട്രോൺ വീതമുള്ള എസ് ഓർബിറ്റലും px, py, pz ഈ 3 പി ഓർബിറ്റലും കൂടി ഹൈബ്രിഡൈസ് ചെയ്യാൻ തീരുമാനിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഒത്തുചേർന്ന് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടായി. അതിനെ നമ്മൾ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്നാണ് പറയുന്നത്. കാർബൺ വളരെ സന്തോഷമായി. sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇപ്പം എല്ലാം ഒരുപോലെയായി. കാർബൺ ഈസ് വെരി വെരി ഹാപ്പി. കാർബണിൻ്റെ 4 ഓർബിറ്റലും 4 ഹൈഡ്രജൻ്റെ എസ് ഓർബിറ്റലുമായിട്ട് ജോയിൻ ചെയ്തു, ഓവർലാപ്പ് ചെയ്തു. അങ്ങനെ ആദ്യത്തെ CH4 മോളിക്യൂൾ ഉണ്ടായി. എന്തായിരുന്നു കാർബണിൻ്റെ അവസ്ഥ? 2 കൈകൾ മാത്രമുണ്ടായിരുന്ന കാർബൺ 4 കൈകളും നീട്ടി 4 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റേബിൾ മോളിക്യൂൾ CH4 ഉടലെടുത്തു. പിന്നീട് എല്ലാ കോമ്പൗണ്ടിലും കാർബൺ ഇതുപോലെ 4 കൈകളോ 2 കൈകളോ 3 കൈകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്യുകയും പലതരത്തിലുള്ള ഓർഗാനിക് മോളിക്യൂൾ ഉണ്ടാവുകയും ചെയ്തു. കഥ ഇഷ്ടമായോ? ഇതുപോലെയുള്ള കുട്ടിക്കഥകൾക്കായി ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.